السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضوان الله. أما بعد. ملأت طباق الأرض علما وحكمة كأنباء مولانا الحبيب محمد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പറഞ്ഞു, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർദ് ഇൽമാ. ഖുറൈശ് കുലത്തിൽ ഒരു പണ്ഡിതൻ വരും, അദ്ദേഹം യംലഉ തിബാഖൽ അർദ് ഇൽമാ, ലോകത്ത് മുഴുവനും വൈജ്ഞാനികപരമായ വിപ്ലവം സാധ്യമാക്കുമെന്ന് പറഞ്ഞ ഈ ഹദീസിനെ പിൽക്കാലത്തുള്ള അയിമ്മത്ത് മുഴുവനും വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. ഇജ്മാഇൽ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, മുത്തുനബി തങ്ങൾ ഇസാറത്ത് ചെയ്ത ആ ഹദീസിലൂടെ പറഞ്ഞ ആലിം ആരാണെന്നറിയുമോ? അത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. ബഹുമാനപ്പെട്ട ഇമാം അശ്ശാഫിഈ തങ്ങളുടെ ജീവിതം വായിച്ചാൽ നാം എല്ലാം വളരെ അത്യത്ഭുതകരമാകുന്ന ജീവിതത്തിന്റെ ഉടമയും വ്യക്തിപ്രവാഹവുമാണ് ബഹുമാനപ്പെട്ട ഇമാം അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരായി എന്നതാണ് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാ മറ്റുള്ള മദ്ഹബിന്റെ ഇമാമുമാരിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ തങ്ങളെ വ്യതിരിക്തമാക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ തങ്ങൾ ഹിജ്റ 150 ജനിക്കുന്നത്. ഹിജ്റ 150 ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന അന്നേ ദിവസമാണ് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ തങ്ങൾ ലോകത്തോട് ജനിക്കുന്നത്. ആ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ലോകത്ത് നടത്തിയ വൈജ്ഞാനികത്തിന്റെ ചർച്ച എത്രയാണെന്നറിയുമോ? ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ തങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്നറിയുമോ? നാം ഇന്ന് സുബഹി നിസ്കരിച്ചില്ലേ? നമ്മൾ ഇന്ന് നിസ്കരിച്ച സുബഹി നിസ്കാരത്തിന്റെ ഒരു പ്രതിഫലം ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തുന്നുണ്ട്. കാരണം എന്തേ? നമുക്ക് മസ്അല പഠിപ്പിച്ചു തന്നത് ആരാണ്? നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നിസ്കാരത്തിന്റെ രീതിശാസ്ത്രം പഠിപ്പിച്ചു തന്നത് ആരാണ്? അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്നതാരാണ്? നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ തങ്ങളാണ്. ബഹുമാനപ്പെട്ടവരുടെ ജീവിതം വളരെ അത്ഭുതപരമാണ്. ഹിജ്റ 150 ജനിക്കുന്നത്. ബഹുമാനപ്പെട്ടവർക്ക് 2 വയസ്സുണ്ടാകുമ്പോൾ തന്നെ വാപ്പ വഫാത്താകുകയാണ്. വളരെ ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ കഴിയുകയാണ്. അപ്പയാണ് ഈമാനുള്ള ഉമ്മയായ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹാ ബഹുമാനപ്പെട്ടവരെ ദാരിദ്ര്യത്തിന്റെ പേരിൽ മകനെ ഇൽമു പഠിപ്പിക്കാതിരുന്നില്ല. നേരെ വിട്ടു. എവിടേക്ക്? മക്കത്തുൽ മുകറമ, പരിശുദ്ധമായ മക്കയിലേക്ക് പോകുന്നു. എന്നിട്ടതാ ഇൽമു പഠിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഇതാണെന്നറിഞ്ഞ് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ തങ്ങളെ മക്കയിലേക്ക് കൊണ്ടുപോയാക്കുന്നു. ബഹുമാനപ്പെട്ടവരെ അതാ മക്കയിൽ ജീവിക്കുന്ന കാലഘട്ടത്ത് മുസ്ലിം ഇബ്നു ഖാലിദ് അസ്സഞ്ചി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലാണ് ബഹുമാനപ്പെട്ടവരെ പഠിപ്പിക്കുന്നത്. ആ മുസ്ലിം ഇബ്നു ഖാലിദ് അസ്സഞ്ചി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ആ മുസ്ലിം ഇബ്നു ഖാലിദ് അസ്സഞ്ചിയുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ ഈ പൊന്നുമോനെ കൊണ്ടുപോയാക്കുന്നു. അപ്പൊ ഉസ്താദ് ചോദിച്ചു, അല്ലയോ മോനെ, എവിടെ നിന്നാ വരുന്നത്? ഞാൻ ഖൈഫ് മലയിലാണ്, മക്കത്തെ ഖൈഫ് മലയിലാണ് എൻ്റെ വീട്. ഏതാ നിന്റെ കുടുംബം? അപ്പോൾ പറഞ്ഞു, ഞാൻ അബ്ദുമനാഫിന്റെ കുടുംബത്തിൽ നിന്ന് വരുന്നവനാണ്. എന്നിട്ട് കുട്ടിയോട് കുറച്ച് ചോദ്യങ്ങളും പരീക്ഷണങ്ങളും ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് കുട്ടിയോട് ചോദിച്ചു, നിനക്ക് നിന്റെ ഇൽമിന്റെ മേഖല ഫിഖ്ഹിലേക്കൊന്ന് വിട്ടാലോ? അപ്പൊ ഉസ്താദ് പറഞ്ഞ തീരുമാനം അപ്പടി അനുസരിച്ചു പോയി. അതുകൊണ്ടാണ് ശാഫിഈ ഇമാം തങ്ങൾ ഫിഖ്ഹിൽ ഇമാം ശാഫിഈ തങ്ങളുടെ മദ്ഹബിൽ വിരചിതമായ അത്ര ഗ്രന്ഥം ലോകത്ത് മറ്റു മദ്ഹബുകളിൽ വിരചിതമായിട്ടില്ല. കാരണം ഉസ്താദ് ഒന്ന് നിർദ്ദേശിച്ചപ്പോ എനിക്ക് വേറെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ഇംഗിതത്തിനനുസരിച്ച് ബലം കൊടുത്ത് പ്രയോഗിച്ചില്ല. ഉസ്താദ് പറഞ്ഞത് കേട്ടുകൊണ്ട് എന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ ഉസ്താദ് ഇതാണ്. അതുകൊണ്ട് ഈ ഉസ്താദ് പറഞ്ഞതിൽ എനിക്ക് ഖൈറുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇമാം ശാഫിഈ തങ്ങൾ പഠിക്കുകയാണ്. നന്നായി പഠിക്കുന്നു. 7ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. അങ്ങനെ മക്കയിൽ പ്രാഥമിക പഠനമൊക്കെ കഴിഞ്ഞ് നേരെ പോകുന്നത് എവിടേക്കാണ്? ഇലാ മദീനത്തി റസൂലില്ലാഹ്, മുത്തുനബി തങ്ങളുടെ മദീനയിലേക്കാണ്. ആ മദീനയിൽ ആരുടെ ദർസിലേക്കാണ്? ഇമാമു ദാരിൽ ഹിജ്റ വ ഇമാമു മദീന, ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിലേക്ക് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ തങ്ങളെ കൊണ്ടുപോയാക്കുന്നു.
ഷാഫി ഇമാം മാലിക് തങ്ങളെ ദർസിൽ ഓതി പഠിക്കുകയാണ്. അപ്പോ വരുന്ന സമയത്ത് തന്നെ മാലിക് ഇമാമിന്റെ ഹദീസിന്റെ ഗ്രന്ഥമായ മുവത്ത അത് മുഴുവനും പഠിച്ചിട്ടുണ്ട്. 12,000 ചില്ലറ ഹദീസുകളുണ്ട്. ആ ഹദീസ് മുഴുവനും സനദടക്കം പറയുന്ന മഹാനാണ് ഇമാമുന ഷാഫി തങ്ങൾ. അങ്ങനെ ഷാഫി ഇമാമിന്റെ വളർച്ച മാലിക് തങ്ങൾക്ക് വലിയ തൃപ്തികരമായി. അങ്ങനെ മാലിക് തങ്ങൾ 15ാമത്തെ വയസ്സിൽ ഫത്വ കൊടുക്കാൻ അനുമതി കൊടുക്കുന്നു. തന്റെ ശിഷ്യന് 15ാമത്തെ വയസ്സിൽ ഫത്വ കൊടുക്കാൻ അനുമതി കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി തങ്ങളെ കുറിച്ച് അയിമ്മത്ത് ഒരുപാട് വിവരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സുബക്കി റളിയല്ലാഹു അൻഹു അവിടുത്തെ തബഖാത്തു ശഫീയ്യത്തുൽ കുബ്രയിൽ വളരെ വിശാലമായ ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. മുനാവി റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ മനാഖിബ് പറയാൻ ഒരു ഗ്രന്ഥമുണ്ട്. അതുപോലെ തന്നെ പിൽക്കാലഘട്ടത്തിൽ വന്ന ഒരുപാട് അയിമ്മത്തുകൾ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഷാഫി ഇമാം ഇങ്ങനെ വളരുകയാണ്. ഷാഫി ഇമാം മക്കയിലത്തെ മദീനത്തെ പള്ളിയിലെ ദർസ് മദീനത്തെ പള്ളിയിൽ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മദീനത്തതാ ഒരു പ്രശ്നം നടക്കുന്നു. അയിമ്മത്ത് ഇത് വിശദീകരിക്കുന്നുണ്ട്. മദീനത്തെ കുടുംബത്തിൽ ഒരു പ്രശ്നം. ഒരു മദീനത്തെ കുടുംബത്തിൽ ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഭാര്യയെ, ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്ക് നീ 14ാം രാവിനെ പോലെ ചന്ദ്രനെ പോലെ തിളങ്ങിയിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ ത്വലാഖ് ചെല്ലും. എന്നത് ഫിഖിന്റെ മസ്അലയാണ്. ത്വലാഖിൽ റുജൂ ഇല്ല. ഏതൊരു കാര്യത്തോട് ബന്ധപ്പെടുത്തി ത്വലാഖ് പറഞ്ഞാൽ പിന്നെ ആ കാര്യമുണ്ടായാൽ ത്വലാഖ് സാധുവാകുന്നതാണ്. അങ്ങനെ ഈ ആള് അങ്ങനെ വളരെ ഉഷാറായിട്ട് രാവിലെ ജോലിക്ക് പോയി. പിന്നെ വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോ ഭാര്യ കിട്ടാവുന്ന വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞൊരുങ്ങി നല്ല വസ്ത്രം. അതുകൊണ്ട് ഞാൻ മാലിക് തങ്ങളുടെ അടുക്കൽ നിന്നും ഇതുപോലത്തെ ഉത്തരമാണ് കിട്ടുന്നത് എന്ന് വിചാരിച്ച് മാലിക് തങ്ങളുടെ ഹദറത്തിലേക്ക് പോകുന്നു. മാലിക് തങ്ങളുടെ ഹദറത്തിലേക്ക് പോയിട്ട് വിഷയം പറയുന്നു. ത്വലാഖ് പോകുമോ? മാലിക് തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ത്വലാഖ് പോയിട്ടുണ്ട്. അപ്പ പറഞ്ഞു, കോണിപ്പടിയിലിരിക്കുന്ന മുത്തഅല്ലിമ് ത്വലാഖ് പോകില്ലെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഏതാണ് ആ മുത്തഅല്ലിമെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ ഇമാം ഷാഫി തങ്ങളാണ്. ഷാഫി ഇമാമിനോട് ചോദിച്ചു, നീ എന്തേ ത്വലാഖ് പോകില്ലെന്ന് പറയാൻ കാരണം? അപ്പ പറഞ്ഞു കൊടുക്കൂ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ തങ്ങൾ പറയുന്നത്, ഖലഖൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചത് ഏറ്റവും ചൊവ്വായ രൂപത്തിലാണ്. ഈ ആയത്തിന്റെ വിശദീകരണങ്ങളും ഈ ആയത്തിന്റെ തഫ്സീറുകളും എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഷാഫി ഇമാം ആ വിഷയത്തിൽ ഇടപെട്ടു. ഷാഫി ഇമാം പറഞ്ഞതിനെ അംഗീകരിച്ചു. ത്വലാഖ് പോകില്ലെന്ന് വിധി എഴുതി ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനെ ഇൽമിനെ അംഗീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാമിന് ശാഫിഈ റളിയല്ലാഹു അൻഹു ആ ചെറുപ്പത്തിൽ തന്നെ വളരെയധികം വിജ്ഞാനം ശേഖരിക്കുകയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാമിന്റെ ഖബറിന്റെ സാരത്ത് എഴുതി വെച്ചത്, മലത്താ തിബാഖൽ അർളി ഇൽമൻ വഹിക്മതാ കംബാഇ മൗലാനൽ ഹബീബി മുഹമ്മദി. ലോകത്ത് മുഴുവനും വൈജ്ഞാനികതയുടെ ചർച്ച സർവിതണം നടത്തിയ ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം തങ്ങൾ, ബഹുമാനപ്പെട്ടവർ ഹിജ്റ 204 വഫാത്താകുന്നത്. ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന്റെ ശേഷം ബഹുമാനപ്പെട്ടവരുടെ ഖബർ തന്നെ കുഴിക്കുന്നത് ബഹുമാനപ്പെട്ടവരുടെ മഖ്ബറ നോക്കിയാൽ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ടവരുടെ ഖബറിന്റെ മേലെ അതാ ഒരു തോണിയുടെ ചിത്രം കാണാം. ഒരു തോണിയുടെ രീതിയിലാണ് ആകൃതിയുള്ളത്. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? താഴെ കിടക്കുന്നത് ഇൽമിന്റെ ബഹറാണ്. സമുദ്രത്തിന്റെ മേലെയാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ശാഫിഈ ഇമാം തങ്ങൾ ഇൽമിനെ എത്ര സ്നേഹിച്ചോ, ഇമാമിനെ ശാഫിഈ തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ഒരു പിശുക്കനായ ഒരാൾക്ക് എത്രമാത്രം ഒരു പണം കിട്ടുമ്പോൾ ആർത്തി ഉണ്ടാകുമോ, ആ ആർത്തിയാണ് എനിക്കുള്ളത്. അതാണ് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത്. ലാ യസ്മഉൽ മുഅ്മിനു മിൻ ഇൽമിൻ യസ്മഉഹു, ഒരാൾക്ക് മുഅ്മിനായ മനുഷ്യനിക്ക് അവനെ കേൾക്കുന്ന ഇൽമ കൊണ്ട് വയറ് നിറയൂല. ആ തരത്തിലുള്ള മഹാനായിരുന്നു ഇമാം ശാഫിഈ തങ്ങൾ. അവിടുത്തെ ചരിത്രം നമ്മൾ ഉൾക്കൊള്ളണം. മുതഅല്ലിമീങ്ങളായ നമ്മൾ ഇമാം ശാഫിഈ തങ്ങളെ വായിക്കണം. അവിടുത്തെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർക്കണം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.